وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ وَلَوْ أَنَّهُمْ آمَنُوا وَاتَّقَوْا لَمَثُوبَةٌ مِّنْ عِندِ اللَّهِ خَيْرٌ لَوْ كَانُوا يَعْلَمُونَ. ആയത്ത് 102 അവസാനം 103. وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ. ആരാണോ തെറ്റായ മന്ത്രങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നത് അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അവർക്ക് നന്നായി അറിയാം. وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ. അവർ അവരുടെ ശരീരങ്ങളെ വിൽക്കാൻ ഉപയോഗിച്ച വസ്തു വളരെ മോശമായി പോയി. ലൗ കാനൂ യഅലമൂൻ. അവർ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയഭക്തി മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പ്രതിഫലം വളരെ ഉത്തമമാകുമായിരുന്നു. ലൗ കാനൂ യഅലമൂൻ. അവർ കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തെറ്റായ മന്ത്രങ്ങളുടെ പിന്നാലെ അവർ പാഞ്ഞതിനെക്കുറിച്ച് പരാമർശിച്ചതിനു ശേഷം അല്ലാഹു അറിയിക്കുന്നു, തെറ്റായ മന്ത്രത്തിന്റെ പരിണിതഫലം മഹാമോശമാണെന്നവർക്ക് നന്നായിട്ടറിയാം. وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ. തെറ്റായ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല എന്നവർക്കറിയാം. ഒന്ന്, മന്ത്രം തന്നെ തെറ്റ്, തെറ്റായ മന്ത്രം തന്നെ തെറ്റ്. രണ്ട്, അതുപയോഗിക്കുന്ന ലക്ഷ്യം തെറ്റ്. അവ കാരണമായി ഏതെല്ലാം ബന്ധങ്ങൾ തകരുമോ, ഏതെല്ലാം സാധുക്കൾ വേദനിക്കുമോ, അതിലെല്ലാം പാപഭാരം അവർക്ക് കിട്ടും. വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും. അവരുടെ ശരീരത്തെ വിൽക്കാൻ അവർ തെരഞ്ഞെടുത്ത കൂലി മഹാമോശമായി പോയി. അള്ളാഹു നൽകിയ കഴിവ്, പടച്ചോ നൽകിയ സമയം, അള്ളാഹു നൽകിയ ശേഷി സ്വയം പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നതിന് പകരം സ്വയം തകരുകയും മറ്റുള്ളവരെ തകർക്കുകയും ചെയ്തവർ എത്ര നഷ്ടത്തിലാണ്. കള്ളമന്ത്രവാദം മാത്രമല്ല, അള്ളാഹു നൽകിയ സംസാരശേഷി, ആരോഗ്യം, സൗന്ദര്യം, കഴിവ്, ഇതെല്ലാം തെറ്റായ നിലയിൽ ചെലവഴിക്കുന്നവർ ഓർക്കണം, അവരുടെ അനുഗ്രഹങ്ങളെ അവർ നശിപ്പിച്ച് പകരം മേടിക്കുന്ന കാര്യം മഹാമോശമായി പോയി. ടിവിയിൽ നിന്ന് അഭിനയിക്കാമെന്ന പേരിൽ ജീവിതം മുഴുവൻ യുവതി യുവാക്കൾ നശിപ്പിക്കുന്നു. ചെറിയ സുഖത്തിന്, രസത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യാജമായ
പ്രേമപ്രകടനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മുഴുവനും നശിപ്പിക്കുന്നവർ വലബിഇസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സ്നേഹത്തോടെ ചോദിക്കുന്നു, ഇവർ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളുടെ നാവ് നല്ല കാര്യത്തിന് ചെലവഴിക്കണമോ ചീത്ത കാര്യത്തിന് ചെലവഴിക്കണമോ? നല്ല കാര്യത്തിന് ചെലവഴിച്ചാൽ നമുക്ക് നല്ലത്, മറ്റുള്ളവർക്ക് നല്ലത്. മറ്റുള്ളവർക്ക് നന്മയുണ്ടായാൽ അതും നമുക്ക് ലാഭം. മഹാന്മാരായ നബിമാരുടെ നാവിന്റെ ഗുണം ഇന്ന് വരെയും ലോകം അനുഭവിക്കുന്നു. സഹാബാക്കളുടെ ഔലിയാക്കളുടെ നാവിന്റെ ഗുണം ഇന്ന് വരെയും ലോകം അനുഭവിക്കുന്നു. എന്നാൽ തെറ്റായ വഴിയിൽ ചെലവഴിച്ചാലോ നമുക്കും നാശം, മറ്റുള്ളവർക്കും നാശം. മറ്റുള്ളവർക്കുണ്ടാകുന്ന നാശങ്ങൾ മുഴുവനും നമുക്ക് തന്നെയാണ് നാശം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും ഒരു പെണ്ണിനെ ഭർത്താവിൽ നിന്നും അകറ്റിയാൽ നമ്മിൽപ്പെട്ടവനല്ല. അതെങ്ങനെ അകറ്റലുമാകട്ടെ, തെറ്റായ മന്ത്രവാദം ഉപയോഗിച്ച്, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ്, അപരാധം പറഞ്ഞ്. ലൗ കാനൂ യഅലമൂൻ, അവർ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനുശേഷം അല്ലാഹു തആല അവരെ പ്രേരിപ്പിക്കുന്നു. ഇടയ്ക്കിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ആരെയെങ്കിലും വിമർശിക്കുന്നത് വെറുതെ കളിയാക്കാനും നിന്ദിക്കാനും നാണം കെടുത്താനുമല്ല, അവരും നമ്മളും നന്നാകുന്നതിനാണ്. ഇവിടെ ഈ ആയത്ത് ചിന്തിക്കും. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബ. ഈ നിഷേധികളായ ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വലൗ അന്നഹും ആമനൂ വത്തഖൗ, ഭയഭക്തി മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ. എന്താണ് ഭയഭക്തി? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പാപങ്ങൾ വർജിക്കൽ, ദ്രോഹം, പരിഹാസം, മദ്യപാനം, ചൂതാട്ടം, ഇങ്ങനെയുള്ള പാപങ്ങളെ വർജിക്കുകയും പടച്ചവനെ സ്നേഹിച്ചും ഭയന്നും കൊണ്ട് നന്മകൾ പ്രവർത്തിക്കൽ, കൃത്യമായിട്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, സൽസ്വഭാവം, മാതാപിതാക്കൾക്ക് സേവനം, അയൽവാസികളുമായി നല്ല ബന്ധം. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബ, അതിന്റെ പേരിൽ ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന പ്രതിഫലം ഖൈറുൻ, വളരെ ഉത്തമമാണ്, വളരെ ഉത്തമമാണ്. എത്ര പ്രതിഫലം കിട്ടും, എത്ര പ്രതിഫലം കിട്ടും. മഗ്രിബ് നമസ്കാരം 10 മിനിറ്റ്, എത്ര പ്രതിഫലം കിട്ടും. ഭാര്യ ഭർത്താക്കന്മാര് നല്ല ബന്ധം, എത്ര പ്രതിഫലം കിട്ടും. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. പ്രതിഫലം ആഖിറത്തിലാണെങ്കിലും അതിന്റെ അനുരണങ്ങൾ, പ്രതിഫലനങ്ങൾ ദുനിയാവിലും ഉണ്ടാകും. സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും, ഐശ്വര്യം ലഭിക്കും, അന്തസ്സ് ലഭിക്കും, ധന്യതയുണ്ടാകും. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. നിഷേധത്തിന് പകരം സത്യവിശ്വാസം അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ലക്കും ലഗാനുമില്ലാത്ത ജീവിതത്തിന് പകരം സൂക്ഷ്മതയുള്ള ജീവിതത്തെ അവർ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ,
ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. പടച്ചവന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന പ്രതിഫലം ഇവിടെ അവർക്ക് തോന്നുന്ന വ്യാജമായ മേന്മയെക്കാളും വലിയ പ്രയോജനമുള്ളതാണ്. വെറും തൊണ്ടയുടെയും നാവിന്റെയും നിമിഷ നേരത്തേക്കുള്ള രുചിക്ക് വേണ്ടി, ഒരല്പസമയത്തേക്കുള്ള രസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാശി നടക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പാപങ്ങൾ പ്രവർത്തിക്കുന്നു. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന ഗതിയിലാവുകയും ചെയ്യുന്നു. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. അതുപോലെ ഈ സത്യവിശ്വാസവും അതുപോലെ തഖ്വയും അവരുടെ മന്ത്രത്തെക്കാളും തന്ത്രത്തെക്കാളും മന്ത്രവാദികളുടെ അരികിൽ പോകുന്നതിനേക്കാളും അവർ പറയുന്ന അഭ്യാസങ്ങൾ, കോഴിയെ അറുക്കൽ, തീ കത്തിക്കൽ, ചിരട്ടയിട്ട് പൊട്ടിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാളെല്ലാം എത്രയോ നല്ലതാണ് പരിശുദ്ധ ഖുർആനോദിൻ. മന്ത്രത്തിന് മന്ത്രമായി, പ്രതിഫലത്തിന് പ്രതിഫലമായി, നന്മയ്ക്ക് നന്മയായി. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. ആകയാൽ എല്ലാ സഹോദരീ സഹോദരന്മാരും കുറച്ച് സൂറത്തുകൾ, ആയത്തുകൾ പഠിച്ചു വെക്കണം. ഒരു ഭാഗത്തത് നല്ല മന്ത്രമാണ്, നമ്മൾ ഓതി ഊതിൻ, രോഗികൾക്ക് ഓതി ഊതിൻ. മറുഭാഗത്ത് വലിയ പ്രതിഫലം കിട്ടും. കൂടാതെ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാകും. പരിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലുമാകും. തന്ത്രപരമായിട്ട് ആളുകളെ ഖുർആൻ പഠിപ്പിക്കാനുള്ള വഴിയാണ് മന്ത്രത്തിന്റെ പേര് പറഞ്ഞ് പഠിപ്പിക്കൽ. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മന്ത്രത്തിന്റെ പേരിൽ പറയും. 5 നേരം നിസ്കാരം നിർവഹിച്ച് ആയത്തുൽ കുർസി ഓതുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചൊല്ലുക. ദിവസവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. വാഖിഅ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ഫിത്നകളിൽ നിന്ന് രക്ഷയാണ്. ഇന്നത്തെ വലിയ പ്രശ്നമാണ് ഫിത്നകൾ. അതിൽ നിന്നുള്ള രക്ഷയാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. ഒരു സഹോദരി കഠിന രോഗത്തിലാണ്, പക്ഷേ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. അവരെങ്ങനെ മരിച്ചെന്നറിയാമോ? സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. ആ സൂറത്ത് യാസീനിലെ ഏറ്റവും മനോഹരമായ ആയത്താണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഈ ആയത്ത് ഓതുന്നു, അവരുടെ ആത്മാവ് പടച്ചവനിലേക്ക് ചിറകടിച്ചുയർന്നു പോകുന്നു. ആര് എങ്ങനെ ജീവിക്കുമോ അങ്ങനെ മരിക്കും, എങ്ങനെ മരിക്കുമോ അങ്ങനെ നാളെ ആഖിറത്തിൽ എഴുന്നേക്കും. പടച്ചവന്റെ പൊതു നിയമമാണ്. തെമ്മാടിയായി ജീവിച്ചാൽ മരണവും പൊതുവില്ലാ രീതിയിൽ തന്നെയായിരിക്കും. നല്ല നിലയിൽ ജീവിച്ചാൽ മരണവും ആ നിലയിൽ തന്നെയായിരിക്കും. ഇത് പടച്ചവന്റെ പൊതു നിയമമാണ്. ചിലപ്പോൾ അള്ളാഹു അത്ഭുതം കാണിക്കാൻ കാര്യങ്ങൾ തിരിച്ചു ചെയ്യുമെങ്കിലും പടച്ചവന്റെ സാധാരണ നടപടിക്രമം നല്ല ജീവിതമാണോ, മരണം നല്ലത്, ആഖിറത്ത് നല്ലത്. ആകയാൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കിൻ, തഖ്വയുണ്ടാക്കിയെടുക്കിൻ, അതിന്റെ വഴിയായ ഖുർആൻ പാരായണം അധികരിപ്പിക്കിൻ. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ.